നമസ്കാരം. അങ്ങനെ സൂപ്പർ 8 നാളെ തുടക്കമാണ്. പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരമാണ് നടക്കുന്നത്. ശ്രീലങ്കയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ, അതായത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം നടന്ന അതേ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. സ്പിൻ പാരഡൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ലോ സ്കോറിങ്, അതായത് 180 അറൗണ്ട് വരുന്ന ഒരു ലോ സ്കോറിങ് മാച്ച് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. പാകിസ്ഥാൻ ഇവിടെ ഒരു മാച്ചേ കളിച്ചിട്ടുള്ളൂ. ശ്രീലങ്ക ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു ഹോം പോലെയാണ് ഇപ്പോൾ ഈ ഒരു T20 വേൾഡ് കപ്പിൽ. അവരവിടെ തന്നെയാണ് എല്ലാ മത്സരങ്ങളും ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രേമദാസ സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ ഒരു മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് ഇന്ത്യക്കെതിരെയാണ്. അത് പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തു. ഇനി ന്യൂസിലൻഡ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂസിലൻഡിന് ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് വരുമ്പോൾ അതൊരു പുതിയ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കണ്ടീഷനിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ്. കാരണം അവരുടെ മത്സരങ്ങളെല്ലാം ഇന്ത്യയിലായിരുന്നു. അതിനുശേഷം ശ്രീലങ്കയിലേക്ക് വരുമ്പോഴത്തേക്ക് ശ്രീലങ്കയുടെ സ്പിന്നിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടീഷൻസ്, അതുപോലെ തന്നെ അവിടെ മഴയുടെ ഇപ്പോൾ സാധ്യതകൾ കൊണ്ട് ഓവർകാസ്റ്റ് കണ്ടീഷൻസും കൂടെ ഉള്ളതുകൊണ്ട് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കണ്ടീഷൻസിലേക്കാണ് ന്യൂസിലൻഡ് വന്നിറങ്ങുന്നത്. അപ്പോൾ ന്യൂസിലൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഒരു മാച്ച് ഒഴിച്ച് ബാക്കി മത്സരങ്ങളെല്ലാം വിജയിച്ചുകൊണ്ടാണ് സൂപ്പർ 8ലേക്ക് വന്നിരിക്കുന്നത്. പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഒരു മാച്ച് ഒഴിച്ച് ബാക്കി എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് സൂപ്പർ 8ലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പാകിസ്ഥാൻ്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ഷൈബ്സാദ ഫർഹാൻ, സൈം അയ്യൂബ്, സൽമാൻ അലി ആഗ, ഖ്വാജ നഫൈ, ബാബർ അസം അല്ലെങ്കിൽ അബ്രാർ അഹമ്മദ്, ഷതാബ് ഖാൻ, ഉസ്മാൻ ഖാൻ, മുഹമ്മദ് നവാസ്, ഫഹീം അഷ്റഫ്, സൽമാൻ മിർസ, ഉസ്മാൻ താരിഖ്. ഇതായിരിക്കും ഒരു പ്രോബബിൾ പ്ലേയിങ് 11 പാകിസ്ഥാൻ്റെ. ഇതിനകത്ത് ഏറ്റവും ഇതായിട്ടുള്ളത് ഖ്വാജ നഫയെ അവർ കഴിഞ്ഞ മാച്ചിൽ നമീബിയയുമായിട്ടുള്ള മാച്ചിൽ കളിപ്പിച്ചിരുന്നു. ബാബർ അസത്തെയും കളിപ്പിച്ചിരുന്നു. പുറത്തു പോയത് അബ്രാർ അഹമ്മദാണ്. സോ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടറിയേണ്ട കാര്യമാണ്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ബാറ്റിങ്ങിൽ ഇപ്പോൾ ഖ്വാജ നഫയും കൂടെ കളിപ്പിക്കുമ്പോഴത്തേക്ക് ബാറ്റിങ്ങിൽ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് വരികയും അതുപോലെ ബോളിങ്ങിൽ അവർക്ക് ഒരു പ്ലെൻറ്റി ഓഫ് സ്പിന്നേഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്രാർ അഹമ്മദ് ഒരു റീസെൻറ്റ് ടൈംസിൽ അത്ര നന്നായിട്ട് അങ്ങ് ഭയങ്കര പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് ഉസ്മാൻ താരിഖ് എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടർ ഇവരുടെ കയ്യിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അബ്രാറിനെ പുറത്തിരുത്തുന്ന സ്ട്രാറ്റജി ഈ മാച്ചിലേക്കും പിന്തുടരാവുന്നതാണ്. കാരണം ഒരു ബാറ്റ്സ്മാനും കൂടെ അവർക്ക് കിട്ടുകയാണ്, ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് കൂടെയാണ്. അപ്പോൾ ഒന്നുകിൽ ബാബർ അസവും ഖ്വാജ നഫയും ഒരുമിച്ച് കളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അബ്രാർ അഹമ്മദ് അകത്തേക്ക് ടീമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. സോ ഇവരുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്, അതായത് പ്രത്യേകിച്ചും ഷൈബ്സാദ ഫർഹാനാണ്. ഫർഹാൻ റൺ അടിക്കുന്ന മത്സരങ്ങളാണ് പാകിസ്ഥാൻ നല്ല സ്കോറിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ നമീബിയായിട്ടുള്ള മത്സരത്തിൽ ഫർഹാൻ സെഞ്ചുറി അടിച്ചിരുന്നു. സോ അതാണ് അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത്. മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടി പോയാണ്. സൽമാൻ അലി ആഗായും സൈം അയ്യൂബും കുഴപ്പമില്ലാത്ത ഫോമിൽ റീസെൻറ്റ് ടൈംസിൽ കളിക്കുന്നുണ്ടെന്നുള്ളതല്ല. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാബർ അസം ആയാലും അതുപോലെ ഷതാബ് ഖാൻ ആയാലും മുഹമ്മദ് നവാസ് ആയാലും ഇവരെല്ലാം കിട്ടി പോയി എന്നുള്ളതാണ്. അതിനകത്ത് ഫഹീം അഷ്റഫ് മാത്രമാണ് കുറച്ചും കൂടെ ടെമ്പറമെൻ്റ് ഉള്ളൊരു ബാറ്റ്സ്മാനായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫഹീം അഷ്റഫിനെ അവർ 8ാമതാണ് ഇറക്കുന്നത്. അത് നെതർലാൻഡായിട്ടുള്ള മാച്ചിൽ അവർക്ക് ജയിക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്ത് അത്രയും ക്രൂഷ്യലായിട്ടുള്ള റൺ അടിച്ചു കൊടുത്ത് ഈ ഫഹീം അഷ്റഫിനെ അവർ 8ാമത്, ചില മാച്ചുകൾ 9ാമതൊക്കെ ഇറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലോട്ട് കളിക്കാനുള്ള ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ പ്ലെയറിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ സൽമാൻ മിർസ നല്ല രീതിയിലാണ് കഴിഞ്ഞ 2 മാച്ചുകളിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ടീമിലേക്ക് വന്നതിന് ശേഷം നല്ല പെർഫോമൻസ് ആണ്, നല്ല വേരിയേഷൻസ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ അടിപൊളിയായിട്ട് എറിഞ്ഞിരുന്നു. സോ അത് ഒരു പേസ് ബോളർ. അതിൻ്റെ കൂട്ടത്തിൽ ഫഹീം അഷ്റഫ് എന്ന് പറഞ്ഞൊരു പേസ് ബോളിംഗ് ഓപ്ഷൻ, ബാക്കിയെല്ലാം സ്പിന്നേഴ്സാണ് അവർക്കുള്ളത്. ഉസ്മാൻ താരിഖാണ് അവരുടെ കീ ബോളർ. ഈ ഒരു T20 വേൾഡ് കപ്പിൽ ആരും തൊട്ടിട്ടില്ല, ഇന്ത്യക്കെതിരെ ഇന്ത്യ പോലും തൊട്ടിട്ടില്ല. അപ്പോൾ അറിയാമല്ലോ, ബാക്കിയുള്ള ഒരു ടീമും തൊട്ടില്ല. കഴിഞ്ഞ കളി നമീബിയക്കെതിരെ 4 വിക്കറ്റ് ഇട്ടിരുന്നു. സോ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉസ്മാൻ താരിഖാണ്. പക്ഷേ അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഇവരെപ്പോഴും ഉസ്മാൻ താരിഖിനെ യൂസ് ചെയ്യുന്നത് 12ാമത്തെ ഓവറിന് ശേഷമാണ്. അപ്പോൾ അതുവരെ ഇവർ ബാക്കിയുള്ള ബോളേഴ്സ് ബോൾ ചെയ്ത് കഴിഞ്ഞിട്ട് 12ാമത്തെ ഓവർ ശേഷം ഉസ്മാൻ താരിഖിനെ കൊണ്ടുവരും. ലാസ്റ്റ് ഫൈനൽ ഓവേഴ്സിൽ ബിഗ് ഹിറ്റിങ്ങിന് പോവാതെ അവർ ഡിഫെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഉസ്മാൻ താരിഖിനാണ്. സോ ആ ഒരു സ്ട്രാറ്റജി ഒരുപക്ഷെ ഈ ന്യൂസിലൻഡായിട്ട് കളിക്കുമ്പോൾ അത് എങ്ങനെ വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമോടെ തിരിച്ചടിയാവും എന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം അതിനു മുമ്പ് എല്ലാം കഴിഞ്ഞു പോയാലും ഇപ്പോൾ ഇഷാൻ കിഷൻ്റെ കാര്യം നമ്മൾ കണ്ടു. ഇഷാൻ കിഷൻ അത്ര റൺ അടിച്ചു വെച്ചതുകൊണ്ടാണ് ഇന്ത്യക്ക് ആ ഒരു സ്കോറിലേക്ക് വന്നത്. അവിടെ ഒരു 7ാമത്തെ ഓവറിലോ 8ാമത്തെ ഓവറിലോ പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻ താരിഖ് ഒരു ഓവർ 1-2 ഓവർ എറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ ഇഷാൻ കിഷൻ അവിടെ ഒന്ന് ഡൗൺ ആയേനെ. അപ്പോൾ അങ്ങനെ അവർ യൂസ് ചെയ്യുന്നതേ ഇല്ല ഉസ്മാൻ താരിഖ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവാണ്. ഇനി നമുക്ക് ന്യൂസിലൻഡിൻ്റെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്ലേയിങ് 11 നോക്കാം. ടിം സേഫർഡ്, ഫിൻ ആലൻ, രച്ചിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്പ്, മാർക്ക് ചാപ്മാൻ, ഡാരൽ മിച്ചൽ സാർണർ, ഇഷ് സോദി, മാറ്റ് ഹെൻറി, ജേക്കബ് ഡഫി. ഒന്നെങ്കിൽ കോൾ മൊക്കോഞ്ചി കളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ജിമ്മി നീഷമായിരിക്കും കളിക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ലോക്കി ഫെർഗൂസനും കളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് എന്നാലും കഴിഞ്ഞ കാനഡയുമായിട്ടുള്ള മാച്ചിൽ കോൾ മൊക്കോഞ്ചിക്കൊക്കെ നല്ല രീതിയിൽ അടി കിട്ടി. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഓപ്ഷൻ എടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ജിമ്മി നീഷമായിരിക്കാം കളിക്കുന്നത്. ലോക്കി ഫെർഗൂസൺ ഇപ്പോൾ ടീമിൻ്റെ കൂടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുകയാണ്, തിരിച്ച് ജോയിൻ ചെയ്തെന്നാണ് അറിയാൻ കഴിയുന്നത്.
കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജിമ്മി നീഷമോ അല്ലെങ്കിൽ ലോക്കി ഫെർഗൂസനോ ആയിട്ട് അവർക്ക് കളിക്കാം. വേറൊരു ഓപ്ഷനും കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജാമിസനും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷാൻ കിഷൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച പോലെ ഒരു ഇന്നിങ്സ് കളിക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സാണ് ടിം സേഫർഡ്, ഫിൻ ആലൻ. ഇതിലേതെങ്കിലും ഒരാൾ നല്ല രീതിയിലൊന്ന് കത്തി കയറി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പവർ പ്ലേ മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പവർ പ്ലേ മാക്സിമൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഉസ്മാൻ താരിഖ് എന്ന് പറയുന്നൊരു സംഭവം ബാക്ക് എൻഡിൽ ഉള്ളതുകൊണ്ട് ആദ്യം പവർ പ്ലേ റൺ അടിച്ചേ പറ്റത്തുള്ളൂ. അത് ഫിൻ ആലനും ടിം സേഫർഡിനും ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് തന്നെയാണ്. ബാറ്റിങ്ങിൽ മിഡിൽ ഓർഡറിൽ ഇവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ ബാറ്റിംഗ് ഉണ്ട്. സ്പിന്നിന് നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. ഇപ്പോൾ ഡാരൽ മിച്ചർ എടുത്താലും ചാപ്മൻ എടുത്താലും ഗ്ലെൻ ഫിലിപ്പ് എടുത്താലും രച്ചിൻ രവീന്ദ്ര ആയാലും ഇവർക്കെല്ലാം സ്പിന്നിന് നന്നായിട്ട് കളിക്കാൻ അറിയാം. അതുപോലെ തന്നെ മിച്ചൽ സാർണറും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നതുകൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സിൽ ഇപ്പോൾ അഫ്ഗാനുമായിട്ടുള്ള മാച്ചിലൊക്കെ ഇവർ കളിച്ച പോലെ മിഡിൽ ഓവേഴ്സ് സിംഗിൾസും ഡബിൾസും എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരു ഓഡ് ബൗണ്ടറീസും കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ പെർഫെക്റ്റ് ആയിരിക്കും ന്യൂസിലൻഡിനെ സംബന്ധിച്ച്. അങ്ങനെ അവർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷമ, ആ ഒരു ടെമ്പറമെൻ്റ് ഒക്കെ ന്യൂസിലൻഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഈ ഗ്രൗണ്ടിൽ അവർക്ക് കറക്റ്റാണ്. കാരണം ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഒരു ബിഗ് സ്കോറിംഗ് മാച്ചുകളെക്കാട്ടി ന്യൂസിലൻഡിന് എപ്പോഴും ആപ്റ്റായിട്ടുള്ള ഒരു 190 മാച്ചുകളാണ്. സോ അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിന് സാധ്യത ഉണ്ടാക്കരുതില്ല. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പേസ് ബോളേഴ്സ് മാറ്റ് ഹെൻറി ആയാലും ജേക്കബ് ഡഫി ആയാലും ഇപ്പോൾ ഇവിടെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണെങ്കിൽ നമ്മൾ കണ്ടു സിംബാബ്വെ ആയിട്ടുള്ള മാച്ചിൽ ശ്രീലങ്കയിൽ ഓസ്ട്രേലിയ മാച്ചിൽ സിംബാബ്വെക്ക് ആദ്യം വിക്കറ്റ് എടുത്ത് കൊടുത്ത പേസ് ബോളേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ പേസ് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് ഇവിടെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ നമ്മൾ കണ്ടു. ഹർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് ഇട്ടു. ആദ്യത്തെ 1, 2, 3 ഓവറിൽ നമുക്ക് വിക്കറ്റ് കിട്ടിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജേക്കബ് ഡഫി ആൻഡ് മാറ്റ് ഹെൻറി അവർക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ക്രൂഷ്യലാകാൻ പോകുന്നത് രച്ചിൻ രവീന്ദ്ര ആൻഡ് ഗ്ലെൻ ഫിലിപ്പാണ്. കാരണം അവർക്ക് ഓൾറെഡി ഒരു സ്പിന്നുണ്ട്. അതായത് മിച്ചൽ സാൻഡർ അവരുടെ മെയിൻ സ്പിന്നറാണ് എങ്കിൽ പോലും ഇസോദി കളിക്കുന്നുണ്ട്. ഇസോദി ഒരു സ്പിന്നറാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് നല്ല ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ന്യൂസിലൻഡ് സ്പിന്നേഴ്സിന് വിഷം കൂടാറുള്ളതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് ഗ്ലെൻ ഫിലിപ്പിനെയാണ് സംശയം. ഗ്ലെൻ ഫിലിപ്പ് ചിലപ്പം ഈ ഒരു പ്രേമദാസ സ്റ്റേഡിയത്തിൻ്റെ കണ്ടീഷനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഒരു എക്സ് ഫാക്ടർ ആവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് കണ്ടീഷൻസ് അവർക്ക് അനുകൂലമാണ്. അവരവിടെ കളിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ന്യൂസിലൻഡ് വിജയിക്കുമെന്നാണ് കരുതുന്നത്. ഒരു 55% ന്യൂസിലൻഡ്, 45% പാകിസ്ഥാൻ എന്നാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ച് പാകിസ്ഥാൻ തീർച്ചയായിട്ടും തോക്കുമെന്നുള്ളതല്ല. പാകിസ്ഥാൻ അവിടെ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ ന്യൂസിലൻഡിന് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇവർക്ക് ഈ പാർട്ട് ടൈം സ്പിന്നേഴ്സിനും പിന്നെ ഇതുപോലെ ഫിൻ ആലൻ ആൻഡ് ടിം സേഫർഡിൻ്റെ ഒരു ഓപ്പണിംഗ് ജോഡിയും ഒക്കെ കൂടുതൽ മിഡിൽ ഓവേഴ്സ് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിഡിൽ ഓർഡർ ബാറ്റിങ്ങും ലൈനപ്പും ഒക്കെ എല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ന്യൂസിലൻഡിന് പാകിസ്ഥാൻ അടിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ന്യൂസിലൻഡ് പാകിസ്ഥാനെ അടിക്കുമോ അതോ പാകിസ്ഥാൻ നല്ല രീതിയിൽ തിരിച്ച് പണി കൊടുക്കുമോ? സ്പിൻ പാരഡൈസിൽ അവർക്ക് അബ്രാർ അഹമ്മദിനെ കളിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പിന്ന് നോർമൽ, കുറച്ച് ഉസ്മാൻ താരിഖ് ഒഴിച്ച് കഴിഞ്ഞാൽ നോർമലാവും. അബ്രാർ അഹമ്മദ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ സെയിം അയ്യൂബ് സഹിതമുള്ള ഇത്. അപ്പോൾ അവിടെ ന്യൂസിലൻഡിന് പിടിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ പറയേണ്ട, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. എനിക്ക് പറ്റും, ന്യൂസിലൻഡ് പാകിസ്ഥാൻ അടിക്കും എന്ന് തന്നെയാണ് കുറച്ച് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.